ഇന്ന് കേരളക്കര ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് യുവാക്കളിലും വിദ്യാർത്ഥികളിലും അതുപോലെ യുവാക്കളെന്ന് മാത്രമല്ല അവിടെ യുവതികളും ഒരുപാടുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് വളരെ നമ്മളൊക്കെ നിർബന്ധമായും ചെയ്യേണ്ടത്, എല്ലാവരും കേൾക്കേണ്ട, ഇടപെടേണ്ട ഒരു മേഖല കൂടിയാണെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തൊരു ശ്രദ്ധ ഇപ്പോൾ കൂടുതൽ വന്നതുകൊണ്ട് അതിൻ്റെ എണ്ണവും കാര്യങ്ങളും കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ്, പിടിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം. അപ്പം എന്തായാലും ഇതിനൊക്കെ ഒരു കാരണങ്ങളുണ്ടാവുമല്ലോ, അതിനൊരു പരിഹാരവും വേണമല്ലോ. ഇത് അനന്തമായി തുടരേണ്ട ഒരു കാര്യമല്ല. നിർബന്ധമായും നമ്മുടെ രാജ്യത്ത് ഒരു വരും തലമുറ വളരെ സുരക്ഷിതരായി സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ഒരവസ്ഥ ഇവിടെ വേണം. അപ്പം അങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള എല്ലാ വൃത്തികേടുകളും നെറികേടുകളും ഇവിടുന്ന് പാടെ പിഴുതെറിഞ്ഞെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം എന്തുകൊണ്ട് ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച്, അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളതും എന്തായാലും ആദ്യം എനിക്ക് പറയാനുള്ളത്, ഈ പിടിക്കപ്പെടുന്നതിൽ അധികവും നമ്മൾ പറഞ്ഞ പോലെ വിദ്യാർത്ഥികളാണ്, യുവതലമുറയാണ്. എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യമാണ് ആദ്യം നമ്മൾ ചോദിക്കേണ്ടത്. അപ്പോൾ കഴിഞ്ഞ ഒരുപാട് വീഡിയോകളിൽ പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്, ഒരാണുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പെണ്ണുണ്ടാവും, അത് കുട്ടിയാവാം, അതല്ലെങ്കിൽ ഒരു കോളേജിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥിനികളാവും, അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നത്. വീഡിയോകളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. കാരണം പഠിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വളരെ വിശ്വസ്തയോടുകൂടി ഏൽപ്പിച്ച മക്കൾ ഇതുപോലെ പിടിക്കപ്പെട്ട് വന്ന് അവസാനം എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്ന ഒരു കാണേണ്ടി വരുന്ന ഒരു രക്ഷിതാവിൻ്റെ ഒരു മാനസികാവസ്ഥ ആലോചിക്കും. ഞാൻ എപ്പോഴും ആ ഒരു രൂപത്തിലാണ് കാണാറുള്ളത്. നമ്മുടെ മക്കളോടൊക്കെ അങ്ങനെ തന്നെയാണ് സംസാരിക്കാറുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെപ്പോലെ തന്നെയുള്ള കുടുംബങ്ങളിൽ നിന്നും പഠിക്കാൻ വേണ്ടി മറ്റു സ്റ്റേറ്റുകളിലേക്ക് പോയ അല്ലെങ്കിൽ മറ്റു ടൗണുകളിലേക്കൊക്കെ പോയ കുട്ടികളാണ്. ആ രക്ഷിതാക്കൾ ഒരിക്കൽ പോലും ഇത് അറിയുന്നില്ല എന്നൊരു വസ്തുത. ഇപ്പോൾ കുട്ടികൾ എന്തുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ അകപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരം, അതിനൊരു ആൻസർ നമുക്ക് ലഭിക്കുന്നത് എത്രയും പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കണം എന്ന ഒരു ചിന്തയാണെന്നുള്ളത്. ക്യാഷ് ഉണ്ടാക്കുന്നത് സുഖ സൗകര്യങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ആഡംബരം എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് പട്ടിണി മാറ്റാൻ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നുള്ളതല്ല, അവർക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങൾ വാങ്ങുന്നില്ല, ആഡംബരങ്ങൾക്കാണ്. അത് വാഹനങ്ങൾ, ഫോണുകൾ, അവർ ഉപയോഗിക്കുന്ന മറ്റു സാധനങ്ങൾ, കോസ്മെറ്റിക് ഐറ്റംസുകൾ, ഒരു പളവളപ്പിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടുകയും ചെയ്യുക എന്നതിനൊരു വലിയ പ്രാധാന്യം ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചുളുവിൽ എത്രയും വേഗം ക്യാഷ് കിട്ടണം എന്ന ഒരു താല്പര്യത്തിനാണ് പലപ്പോഴും പിടിക്കപ്പെടുന്ന ആളുകളൊക്കെ മീഡിയക്കാരും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് ചോദ്യം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അവർ പറയുന്നത് എങ്ങനെയാണ്, പഠിക്കാൻ പോയ സമയത്ത് കുട്ടികളുടെ അടുത്തൊക്കെ വലിയ സൗകര്യമുള്ള ഫോണുണ്ട്, അപ്പോൾ എനിക്ക് അങ്ങനെയുള്ളൊരു ഫോൺ വീട്ടിൽ പറഞ്ഞാൽ വാങ്ങിത്തരില്ല, അപ്പോൾ ക്യാഷ് കിട്ടാനുള്ളൊരു മാർഗ്ഗം ഇതാണെന്ന് മനസ്സിലാക്കി എൻ്റെ സുഹൃത്തിലൂടെയാണ് ഇതിലേക്ക് എത്തിയത്. പല ആളുകളെയും ആ ട്രാപ്പിലേക്ക് എത്തിച്ചത് അവരുടെ വളരെ അടുത്ത സുഹൃത്തുക്കളാണെന്നുള്ളതാണ്. അപ്പോൾ ക്യാഷ് എന്നുള്ളൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് പലപ്പോഴും കുട്ടികൾ ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്നത് അത്യാവശ്യമാണ്, പക്ഷേ അതിന് സ്വീകരിക്കേണ്ട മാർഗ്ഗം ഏറ്റവും നല്ലതാണ്. മറ്റൊന്ന്, എല്ലാത്തിൻ്റെയും ഒരു പരിഹാരം ഒരിക്കലും ക്യാഷ് അല്ല. അത് വിദ്യാർത്ഥികളും യുവതലമുറയും മനസ്സിലാക്കണമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം.